This news is brought to you by Sri Shankaracharya Computer Center, Merchant Square, near bus stand, Cherubura. സ്വർഗീയ CK രാമചന്ദ്രൻ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി അന്നൂർ വില്ലേജ് ഹാളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സാംഖിക്കും നടന്നു. തുടർന്ന് BMS പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു. BMS മേഖലാ പ്രസിഡന്റ് K മുരളി സ്വാഗതം ആശംസിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ശൈലേഷ് അധ്യക്ഷത വഹിച്ചു. BMS സംഘടനാ സെക്രട്ടറി മഹേഷ് G, ജില്ലാ പ്രസിഡന്റ് KV ജഗദീശൻ, ജില്ലാ സെക്രട്ടറി E രാജേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി V സിജിത്ത് നന്ദി രേഖപ്പെടുത്തി. ധർമ്മപത്നി അവിടെ വന്നു ചേർന്ന കൊലയാളികളിൽ ചിലരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മോനെ ചെയ്യില്ലേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ അപേക്ഷ കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. 10 വർഷം മുമ്പ് നടന്ന ക്രൂരമായ ആ സംഭവം എപ്പോഴും ഉണ്ട്. ഇന്ന് അനുസ്മരിക്കുന്ന ഈ സമയത്ത് മാത്രമല്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് രാമചന്ദ്രേട്ടനായാലും ദാമോദരേട്ടനായാലും ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തത്? അവരെന്താണ് തെറ്റ് ചെയ്തത്? അവരാകെ ചെയ്ത തെറ്റ് ഈ പറയുന്ന തരത്തിലുള്ള ശ്രേഷ്ഠമായ ഒരു ആദർശം സ്വന്തം ജീവിതത്തിന് വഴി കാണിക്കുന്ന ഒരു വിളക്കായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ ആരാണ് സഹിക്കേണ്ടി വരുന്നത്? അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അല്ലെ? രാമചന്ദ്രേട്ടന്റെ ധർമ്മപത്നി രജനി ചേച്ചി, കുഞ്ഞുമക്കൾ, ഇരട്ട പ്രസവിച്ച 2 മക്കൾ. ആ 2 കുട്ടികൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാത്രിയിൽ അവരുടെ പ്രിയപ്പെട്ട അച്ഛൻ അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർന്ന് ഒരു പക്ഷേ കഥ പറഞ്ഞു കൊടുക്കുമായിരിക്കും ഉറങ്ങാൻ നേരത്ത്, അല്ലെങ്കിൽ ചെറിയ പാട്ടുകൾ പാടിക്കൊടുക്കുമായിരിക്കും ഉറങ്ങാൻ നേരത്ത്, അതല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കുമായിരിക്കും. അങ്ങനെ 2 പേരെയും ചേർത്ത് പിടിച്ച് തലയിൽ തടവി അങ്ങനെ ഉറങ്ങി രാവിലെ വീണ്ടും എഴുന്നേറ്റ്, അതായിരിക്കും അവരുടെ ജീവിതശൈലി. അന്നത്തെ ദിവസം 10 വർഷം മുമ്പ് ജൂലൈ മാസം 11-ാം തീയതി അർദ്ധരാത്രിയിൽ ഈ നിലയ്ക്ക് കുട്ടികളെ മാറോട് ചേർത്ത് ഉറങ്ങാൻ കിടന്ന രാമചന്ദ്രേട്ടൻ അന്ന് രാത്രി അദ്ദേഹത്തിന്റെ ജീവൻ കവർന്നെടുക്കുകയാണ്. നമ്മുടെ കാര്യകർത്താക്കന്മാരെ, നമ്മുടെ സഹോദരങ്ങളെ കാലപരിക്ക് അയക്കാൻ വേണ്ടി മരണ വാറണ്ട് തയ്യാറാക്കി നമ്മുടെ പുറകെ സഞ്ചരിച്ചുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ കിട്ടുന്നിടത്ത് വെച്ച് സംഹരിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ആളുകൾ ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥ എന്താണ്? CPIM എന്ന രാഷ്ട്രീയ കക്ഷിയുടെ പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും അറിയപ്പെടുന്ന 3 ആളുകൾ വിമതന്മാരായി മത്സരിച്ച് പാർട്ടി സംവിധാനത്തോട് മത്സരിച്ച് വിജയിച്ച് കേരള നിയമസഭയിലേക്ക് വന്നിരിക്കുന്നു. അതേപോലെ മറ്റു 3 കൂട്ടർ വേറെയുണ്ട് കേരള നിയമസഭയിൽ. ആരാണത്? ഈ പറയുന്ന 3 പേർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ ഉൾപ്പെട്ട പാർട്ടി സംവിധാനം ഈ പ്രസ്ഥാനത്തെ നിലം തൊടിയിക്കില്ല. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായി വരുന്ന ആളുകളെ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കില്ല. ഈ ആദർശം നെഞ്ചേറ്റി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരു പദം മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന വാശിയോടുകൂടി നമ്മുടെ കാര്യകർത്തൃ സഹോദരങ്ങളെ മുഴുവൻ സംഹരിച്ച സാഹചര്യത്തെ മറികടന്നുകൊണ്ട്, അതിജീവിച്ചുകൊണ്ട് പൊതുജന സമക്ഷം സാമൂഹ്യ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് രാജനൈതിക രംഗത്ത് പ്രവർത്തിച്ച് വന്ന ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അങ്ങനെയുള്ള 3 പേരും കേരള നിയമസഭയിലുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു. നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ പരസ്പരം തമ്മിലടിച്ച് പരസ്പരം കുറ്റാരോപണം നടത്തി നീ കട്ടതും ഞാൻ കട്ടതും ഒക്കെ പരസ്പരം വിളിച്ചു പറഞ്ഞ് മത്സരിച്ച് ജയിച്ചു വന്ന ആളുകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ പറയുന്ന ആളുകളോട് പടവെട്ടി ഈ നാടിന്റെ തനത് സംസ്കാരത്തെയും തനത് പാരമ്പര്യത്തെയും ചരിത്രത്തെയും എല്ലാ നന്മകളെയും പ്രതിനിധാനം ചെയ്യുന്ന മഹത്തായ ഒരു ദേശീയ പ്രസ്ഥാനം, അതിനെ കണ്ടറിഞ്ഞ് അതിന്റെ ആദർശം നെഞ്ചേറ്റി വിഷമങ്ങൾ സഹിച്ച് ത്യാഗങ്ങൾ അനുഭവിച്ച് സമർപ്പണ ഭാവത്തോടെ പ്രവർത്തിച്ച് മുന്നേറിയ കാര്യകർത്താക്കൾ അവരും നിയമസഭയിലെ അംഗങ്ങളാണ്. നമുക്കെന്താ തോന്നുന്നത്? ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മഹത്വപൂർണമായ ഒരു പരിവർത്തനത്തിന്റെ നാന്ദിയാണ് കേരള നിയമസഭയിലെ ഈ അനുഭവം എന്ന് നമ്മൾ കാണണം.
9 സംസ്ഥാനങ്ങളിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ ഭാരതത്തിൽ മുഖ്യ പ്രതിപക്ഷമായി ഉണ്ടായിരുന്നത്. കനൽ ഒരു തരി മതി എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തെക്കുറിച്ച് അവരുടെ അണികളെ കൊണ്ട് പാടിപ്പിച്ചത്. കനൽ ഒരു തരി മതി. ആ തരിയും കെട്ടുപോയിരിക്കും. മുടിചൂടാമന്മാരായി വിലസിയിരുന്ന നേതാക്കന്മാർ പരസ്യമായി ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകുന്നു. സംഘടന കുത്തഴിഞ്ഞ് നാമാവശേഷമാകാൻ പോകുന്നു. നമ്മുടെ പ്രസ്ഥാനം ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. അത് BJP അധികാരത്തിൽ വന്നു എന്നുള്ളത് മാത്രമല്ല, ഭാരതീയ മസ്ദൂർ സംഘം, നാം എല്ലാം ഇന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് BMS കാര്യകർത്താവായിരുന്ന രാമചന്ദ്രനെ സ്മരിക്കാനാണ്. ഭാരതീയ മസ്ദൂർ സംഘം എന്ന തൊഴിലാളി പ്രസ്ഥാനം, തൊഴിലാളി എന്ന് പറഞ്ഞാൽ ചുവപ്പാണ് നിറം, തൊഴിലാളി ഇൻകുലാബ് സിന്ദാബാദാണ് വിളിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ധാരണയെ തിരുത്തി എഴുതിക്കൊണ്ട് കടമുഴക്കി എറിഞ്ഞുകൊണ്ട് നാം പ്രഖ്യാപിച്ചു വന്ദേ മാതര ഗാനമാണ് തൊഴിലാളിയുടെ മുദ്രാവാക്യം. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. പൈപ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.